വാട്ട്സ് ഗോയിങ് ഓൺ ഗൈസ്, എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായി ക്രാഡിയാക്കിൻ്റെ റിവ്യൂ ആയിട്ട്. ക്രാഡിയാക്ക് എന്ന് പറഞ്ഞ സൈക്കിൾ റിവ്യൂ ആയിട്ട് അത് ഒരുപാട് പേരിലേക്ക് എത്തി, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് 1K മേലെ വ്യൂസ് കിട്ടി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് വലിയ വ്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് വന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ഗിയറും ഡ്യൂപ്പ് ഗിയറും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒറിജിനലും ഡ്യൂപ്പും ഗിയർ പരിശോധിക്കാൻ പോകുന്ന രണ്ട് സൈക്കിൾ ഇതാണ്. അപ്പോൾ ഈ സൈക്കിൾ എന്തായാലും എല്ലാവർക്കും അറിയാം. ഇത് ക്രാഡിയാക്കിൻ്റെ നമ്മൾ റിവ്യൂ ഇട്ടുണ്ടല്ലോ, ആ റിവ്യൂ എന്തായാലും കണ്ടു നോക്കിയാൽ മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ ഇനി ഈ സൈക്കിളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ സൈക്കിളിനെ പറ്റി വലുതായിട്ടെന്ന് പറഞ്ഞത് ഇത് വീവേൻ്റെ MTV ആണ്. വീവ എന്ന് പറയുന്ന മോഡലിൻ്റെ വീവ 1.0 VX എന്ന് പറയുന്ന ഒരു MTV മോഡൽ സൈക്കിളാണ്. ഇത് വാങ്ങിയിട്ട് ഏകദേശം 3 കൊല്ലത്തിൻ്റെ അടുത്തായി. അപ്പോൾ നമ്മുടെ സൈക്കിൾ വാങ്ങിയിട്ട് ഏകദേശം 2 മാസത്തിൻ്റെ അടുത്തായതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫേക്ക് ഗിയറും ഒറിജിനൽ ഗിയറും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ സൈക്കിളായ വീവേൻ്റെ 1.0 VX എന്ന് പറയുന്ന സൈക്കിളിൻ്റെ ഗിയർ വരുന്നത് ഷിമാനോൻ്റെ TZ ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ക്രാഡിയാക്കിൻ്റെ വരുന്നത് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ റിവ്യൂ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ വരുന്നത് എന്നാലും ഞാൻ കാണിച്ചിട്ടേക്കാണ്, സ്കിൽഫുൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഗിയറിൽ ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ എന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിനി സത്യം വെളിപ്പെടുത്താൻ പോവുകയാണ്, ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന് നമ്മളിനി പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ സത്യം പറയാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയ വീവേൻ്റെ 1.0 VX എന്ന് പറയുന്ന സൈക്കിളിലുള്ള ഗിയർ ഞാൻ പറഞ്ഞല്ലോ ഷിമാനാണ്, മറ്റേ സ്കിൽഫുൾ ആണ്. അപ്പോൾ ഈ വീവ 1.0 VXലുള്ള ഈ ഗിയറാണ് ഒറിജിനൽ. അപ്പോൾ അതിന് നമ്മൾ സ്കിൽഫുള്ളിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്കിൽഫുൾ എന്ന് പറഞ്ഞ ഗിയറിലുള്ളത് ഡ്യൂപ്പാണ്. അതാണ് നമ്മൾ ഈ സൈക്കിളിനെ പറ്റി അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ സ്കിൽഫുൾ എന്ന് പറയുന്ന ഗിയറുള്ള സൈക്കിള് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ ഷിമാനോ ഉള്ള ഗിയർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ഞാൻ മറ്റേ ക്രാഡിയാക്കിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഷിമാനോ ഉള്ള ഗിയർ ഉള്ള സൈക്കിൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ കുറച്ച് അടുപ്പിച്ച് വെച്ചേക്കാം. ഷിമാനോൻ്റെ സ്പെല്ലിങ് നിങ്ങൾക്ക് കാണാം, SHIMANO ആണ് ഷിമാനോൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഈ സ്പെല്ലിങ് നമ്മളിപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഡ്യൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡ്യൂപ്പിൻ്റെ അകത്ത് സ്പെല്ലിങ് തെറ്റായിരിക്കും. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഓരോ ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോഴും. ഇപ്പോൾ ഒറിജിനൽ ആകുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കും, ഈ സ്പെല്ലിങ് ആയിരിക്കും ഉണ്ടാവുക. ഡ്യൂപ്പ് ആകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളൊരു കാര്യം പറയാം. നമ്മൾ ഫേക്ക് ഗിയർ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ഈ സംഭവത്തിനാണ് ഡീറെയിലർ എന്ന് പറയുന്നത്. ഈ സംഭവം ഇതിന്റെ അടിയിൽ ഒരു കാല് നിങ്ങൾക്ക് കാണാം. ഈ കാലുമിൽ എന്തെങ്കിലും ഒരു പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലാണ്, നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. നേരെ മറിച്ച് നമ്മൾ സ്കിൽഫുൾ ഗിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കിൽഫുളിന്റെ കാല് നിങ്ങൾക്ക് കാണാം, അതിൽ ഒരു പേര് ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അത് ഡ്യൂപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ വീവ 1.0 VX എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ കാലിൽ ഇവിടെ ടേണീന്ന് ഷിമാനോ ടേണീന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒറിജിനലാണ്. ഈ ഗിയർ ഡ്യൂപ്പാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും സൈക്കിൾ എടുക്കുമ്പോൾ ഈ കാര്യം നോക്കാണ്ട് നിൽക്കരുത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും വെട്ടിൽ പോയി വീഴരുത്. ഒരുപാട് സൈക്കിളിലൊക്കെ ഇങ്ങനെ ഡ്യൂപ്പ് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഒറിജിനൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്യൂപ്പ് ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, ഈ കാലുമിൽ പേരുള്ള ഗിയർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാവുമ്പോൾ അത് ഒറിജിനൽ എന്ന് നമുക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങാം. മറ്റേതാകുമ്പോൾ പേരില്ലാത്തതിനെ കൊണ്ട് അത് ഡ്യൂപ്പാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതാവുമ്പോൾ നമുക്ക് 2 മാസത്തിനുള്ളിൽ സൈക്കിൾ പണി കിട്ടിയത് തുടങ്ങും, ഫുള്ള് ട്യൂൺ ചെയ്യാനൊക്കെ ആവും. ഇപ്പോൾ ഒറിജിനൽ ഗിയർ ഇങ്ങനെ താഴെ പേരുള്ള ഗിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 കൊല്ലം കഴിഞ്ഞാലേ പണിയൊക്കെ ചെറുതായിട്ട് കിട്ടി തുടങ്ങുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിനി വേറെ കാര്യം കൂടെ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഇതാണ് ഡീറൈലറിൻ്റെ ബാക്കിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ പേര് എഴുതിയിട്ടുണ്ടാവും ഒറിജിനൽ ഗിയേഴ്സിന്, മറ്റേന് അത് എഴുതിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ കൈവച്ച ഇവിടെ പേര് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ സൈക്കിൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീവേൻ്റെ സൈക്കിളിൽ നിങ്ങൾ കണ്ടല്ലോ, ആ MTV നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ ബാക്കിൽ പേര് എഴുതിയിട്ടുണ്ട് ആ സ്പ്രിങ്ങിന്റെ താഴെ. അപ്പോൾ ഇത് സ്കിൽഫുൾ എന്ന് പറഞ്ഞ ഗിയറാണ്. ഇതിന്റെ ഇവിടെ സ്പ്രിങ്ങിന്റെ താഴെ യാതൊരുവിധ പേരും എഴുതിയിട്ടില്ല. അപ്പോൾ അതാണ് ഫേക്ക് ഗിയറും ഒറിജിനൽ ഗിയറും കമ്പയർ ചെയ്യുകയാണെങ്കിലുള്ള വ്യത്യാസം.
അപ്പോൾ ഗിയറിന് വില മാറാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേരെഴുതാത്തതിനെ കൊണ്ടാണ്. ഈ ഒറിജിനൽ ഗിയറിന് നല്ല റേറ്റ് ഉണ്ടാവും, പക്ഷെ ഇതിന് റേറ്റ് കുറവായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സൈക്കിൾ എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ഈ കാര്യമൊക്കെ ഫോളോ ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.